എനിക്ക് പൈസ കൊടുത്തത് വെറുതായിട്ട് തോന്നിയില്ല, അത്ര ബെസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. Everyone's cup of tea. It's not a family entertainer, but it is good movie. കുറച്ച് എഴച്ചിലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും രസമാണ്, ഗ്രിപ്പിംഗ് ആണ്. പടം കണക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാരുടെ ഒരു ലൈഫ് നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ആദ്യം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. നായാട്ട് കണ്ട് വാവ് അടിച്ച് എല്ലാവരും ഒന്ന് കാണേണ്ട പടം തന്നെയാണ്, ഒബ്വിയസ്ലി കാണണം. നല്ല സിനിമയാണ്, പെർഫോമൻസ് ഒക്കെ നല്ലതാണ്, കാണേണ്ട പടം. കൊള്ളായിരുന്നു, നൈസായിരുന്നു, നല്ലൊരു പടം. നല്ല മൂവിയാണ്. ക്ലൈമാക്സ് ഒക്കെ ദിലീഷ് പോത്തനും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. റോഷൻ ബത്ത് ഈസ് വെരി ഗുഡ്, നൈസ് മൂവി. കൊള്ളാട്ടാ, നല്ല റിയലിസ്റ്റിക് സിനിമ. അഭിനയമൊക്കെ പക്കയായിട്ടുണ്ട്. ഒരു ട്വിസ്റ്റ് ഒന്നുമില്ല, നമുക്ക് നാടൻ ഒരു റിയലിസ്റ്റിക് സിനിമ കണ്ടുകൊണ്ടിരിക്കാം. പടം നല്ലതാണ്, ക്ലൈമാക്സ് നല്ലതാണ്, രസമുണ്ട്. കുറച്ച് എഴച്ചിലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും രസമാണ്, ഗ്രിപ്പിംഗ് ആണ്. It's not everyone's cup of tea. It's not a family entertainer, but it is good movie. നല്ല പടമായിരുന്നല്ലോ. ലാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ആദ്യം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല പടം. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. കുഴപ്പമില്ലെന്നേ ഉള്ളൂ, അത്ര നന്നായിട്ടൊന്നുമില്ല. എനിക്ക് പൈസ കൊടുത്തത് വെറുതായിട്ട് തോന്നിയില്ല, അത്ര ബെസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല, ആ ലാസ്റ്റത്തെ പോർഷൻ മാത്രമേ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൂ, ബാക്കി ഫുള്ള് മാത്രം എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. അഭിനയമൊക്കെ കൊള്ളാം, എല്ലാവരും ആക്ടിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ സ്റ്റോറി അത്ര ഒരു കൊള്ളാം, അടിപൊളി പടം കേട്ടോ, നല്ല അടിപൊളി പടം, അടിപൊളി സെറ്റ്. നായട്ടിനെക്കാട്ടും അടിപൊളി പടം, സൂപ്പർ പടം. കൊള്ളായിരുന്നു, നല്ല പടം. മേക്കിംഗ് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ദിലീഷ് പോത്തൻ്റെ പെർഫോമൻസാണ്. അത് കാണാൻ വേണ്ടി വീണ്ടും വേണം വരാം, അത്ര നല്ല പടം കൊള്ളാം. പടം നായാട്ടിൻ്റെയൊക്കെ ഒരു രീതിയിലുള്ളൊരു പടമാണ്. പടം കണക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്റ്റ് ആവും. പോലീസുകാരുടെ ഒരു ലൈഫ് നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു, രക്ഷയില്ല. നല്ല പടം ബ്രോ, നല്ല അടിപൊളി പടം. കൊള്ളാം, നല്ല പടം ബ്രോ, അടിപൊളി പടമാണ് ബ്രോ, നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ഹാർട്ടഡായിട്ടും സിമ്പിളായിട്ടും പോയി. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരുന്നു. ദിലീഷ് പോത്തൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് മീഡിയ, പൊളിറ്റിക്സ്, പോലീസൊക്കെ കേസുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ആ രീതിയിലൊക്കെ വളരെ വളരെ ബെസ്റ്റായിട്ട് നായാട്ടി കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് OTT ആയിരുന്നു, പക്ഷേ ഇത് തിയേറ്ററിൽ നായാട്ട് കണ്ട് വാവ് അടിച്ച് എല്ലാവരും വന്ന് കാണേണ്ട പടം തന്നെയാണ്, ഒബ്വിയസ്ലി കാണണം. ഓഡിയൻസ് നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഞാനൊരു ലോ സ്റ്റുഡൻ്റാണ്, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. എങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതും പോലീസ് എങ്ങനെ കേസ് എടുക്കുന്നു എല്ലാം നമുക്ക് മനസ്സിലാവും. ഓഡിയൻസിനും അത്യാവശ്യം നന്നായിട്ട് കണക്റ്റ് ആവുന്നൊരു പടം തന്നെയാണ്, ഒബ്വിയസ് എല്ലാവരും കാണണം. നായാട്ട് കണ്ട് എല്ലാവരും വാവ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് OTT റിലീസ് ചെയ്താൽ എന്തായാലും ഇത് കാണേണ്ട പടം തന്നെയാണ്. ദിനീഷ് പോത്തൻ ബെസ്റ്റ്, റോഷൻ മാത്യൂസ് ആണെങ്കിലും നല്ല പടമായിരുന്നു. ദിനീഷ് പോത്തൻ എസ്പെഷ്യലി കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. സൂപ്പർ സിനിമ. ഇതുപോലൊരു സിനിമ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പറഞ്ഞാൽ ഇതൊരു സിനിമയല്ല, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നല്ലൊരു സ്റ്റോറി എടുത്തേക്കുന്ന ആൾ നല്ല ഷാഹിദ് കബീർ സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പോലീസുകാർ ചെയ്യുന്നതിനെല്ലാം ഉള്ള ഫലം കിട്ടുന്നുണ്ട്, ചെയ്യാതെ ഒറ്റ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു സിനിമയായിട്ട് കാണാം. നമുക്ക് 2 മണിക്കൂറൊന്ന് തിയേറ്ററിൽ തീരുന്നില്ല എന്ന് നമുക്ക് തോന്നും. രണ്ടാം ഭാഗം ഉണ്ടാവുന്ന ഇതുകൊണ്ട് മേക്കിംഗ് എല്ലാം സൂപ്പറാണ്. മേക്കിംഗ്, ക്യാമറ വർക്ക്, ലൊക്കേഷനാണ് സെറ്റപ്പായിട്ടുള്ളത്, നല്ല ലൊക്കേഷനാണ്. കണക്റ്റ് ആവുന്നുണ്ട്, ഓക്കെയാണ്, നല്ല സൂപ്പർ സിനിമയാണ്. നമ്മൾ ഈ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ വേറെ പ്രൊമോഷന് വേണ്ടി പറഞ്ഞതല്ല, ഇതൊരു സിനിമയായിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ പോലീസുകാർ ഒറിജിനലായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തനും സൂപ്പർ, ദിലീഷ് പോത്തനും രണ്ടുപേരും ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ദിലീഷ് പോത്തൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന അവർ സൂപ്പറാണ്, ഫസ്റ്റാണ്, നല്ല സൂപ്പർ.